ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോജ് കെ ജയൻ്റെ അച്ഛൻ മരിച്ചു, ആശ പൊട്ടിക്കരഞ്ഞു, ഉർവശി നോക്കി നിന്നു, ഉർവശി വീട്ടിലേക്ക് വന്നില്ല, ഉർവശിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ആശയുടെ കരച്ചിലാണെങ്കിൽ ഇങ്ങനെ എല്ലാ മാധ്യമവും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് സഹിച്ചുകൂടാത്തത്. ഈ കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്: ഇതൊക്കെ അഭിനയമല്ലേ, ഓഹ് എന്തൊരു പൊട്ടിയാണ് ഇട്ടിരിക്കുന്നത്, ഈ പൊട്ടിയിട്ടിട്ടാണോ കരയുന്നത്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടല്ലേ കരയുന്നത്, കുഞ്ഞാറ്റിയുടെ സ്നേഹം കണ്ടില്ലേ എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇത് അഭിനയമൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു അഭിമുഖം കണ്ടിരുന്നു ഈ മനോജ് കെ ജയൻ്റെ. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ ആശയ്ക്ക് അച്ഛനില്ല, അതുകൊണ്ട് തന്നെ ആശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ അച്ഛനെ, പിന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്, അതുപോലെ കാലിൻ്റെ നഖം വരെ വെട്ടിക്കൊടുക്കുന്നത് ആശയാണെന്ന് മനോജ് കെ ജയൻ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കുരുപൊട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഉർവശിക്കൊക്കെ ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ തൻ്റെ മകൾ പോയിട്ട് ആശ്വസിപ്പിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഉർവശിക്കല്ല ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട ജീവിതമല്ലേ എന്നൊക്കെ കരുതിയിട്ട് ഭയങ്കര വിഷമെല്ലാം ഉണ്ടാവുമായിരുന്നു. പിന്നെ മകള് നല്ല മകളാട്ടോ, കുഞ്ഞാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് സ്നേഹമെന്നറിയാം നമ്മുടെ ഈ ആശയോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തമ്മയല്ലേ ഈ പിന്നെ അത്രയും നല്ല വളർത്തിയതല്ലേ. എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നത് ഉർവശീനെക്കാട്ടി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയോട് തന്നെയാണ്. കാരണം ആ കുട്ടിയുടെ സ്നേഹം കണ്ടില്ലേ, അമ്മ അമ്മ എണീക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഇതിലാണ് വിളിക്കുന്നത്. നല്ല മോളായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൽപ്പനേൻ്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കലാരഞ്ജിനി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഉർവശി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അത് മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ ഉർവശി വന്ന് കണ്ടിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോഴത് ഉർവശീനെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊടുത്തതാണോ എന്നറിയില്ല, ഉർവശീനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഉർവശി വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പിന്നെ മ്യൂസീഷ്യൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആശേൻ്റെ കരച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആശ ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. ആശയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതായിരിക്കാൻ മടന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെ പോലെ നോക്കിയതല്ലേ. ചില ആൾക്കാർ പറയുന്ന പോലെ സെലിബ്രിറ്റികൾ എന്തിനാണ് കരയുന്നത്, സെലിബ്രിറ്റികൾക്ക് കരയാൻ പാടില്ല, സെലിബ്രിറ്റികൾക്ക് കണ്ണീര് വരാൻ പാടില്ല, സെലിബ്രിറ്റികൾ ചിരിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഈ ചില നടന്മാരൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ, ഈ സെൽഫിക്കാരെ കൊണ്ട് വലിയ ശല്യമാണ്, മരിച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ വേണ്ടി വിളിക്കുന്നു. അതാണ് അല്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ അഭിപ്രായത്തിന് അവിടെയൊക്കെ നമ്മൾ കുറച്ചൊരു പക്വത കാണിക്കണം. അതായത് ഒരു മരിച്ച വീട്ടിലൊരു നടൻ വന്നു കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ നിൽക്കരുത്. പക്ഷേ മമ്മൂക്കേൻ്റെ അടുക്കൊന്നും നടക്കൂല കേട്ടോ, അയാൾ അപ്പോൾ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂക്കാൻ്റെ അടുക്ക് ഇപ്പം അങ്ങനെയുള്ള ടീമുകൾ പോകാറില്ല. ഇപ്പം എല്ലാവർക്കും ബുദ്ധി വന്ന് തുടങ്ങിയായിരുന്നു. അതാണ് പണ്ട് കലാഭവൻ മണി ഇതേപോലെ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ആരോ പറഞ്ഞു മണി വന്നിട്ടുണ്ട് എന്ന്. മണീനെ ഇങ്ങനെ നോക്കിയപാടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മോള് കലാഭവൻ മണി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ആശയുടെ കരച്ചിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. ആശ സ്നേഹത്തോടു കൂടി തന്നെയാണ് കരഞ്ഞത്. ആശയ്ക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ളതാണ്. അതായത് അമ്മായിയച്ഛൻ മരിച്ചതിൽ ആശയ്ക്ക് നല്ല വിഷമമുണ്ട്. അല്ലാതെ അവരെ സ്വത്ത് അടിച്ചെടുക്കാനോ ഇല്ലെങ്കിൽ ഒരു കള്ളക്കരച്ചിലോ ഇല്ല നാട്ടുകാരെ കാണിക്കാനോ ഒന്നുമല്ല. എന്തിനാ നാട്ടുകാരെ കരഞ്ഞിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കരയുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങൾ പോകാനല്ലേ. നമ്മൾ പൊട്ടിക്കരയാൻ കഴിയുന്നവർ ശരിക്കും ഭാഗ്യവന്മാരാണ്. അതായത് ഈ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ സങ്കടം ഇങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ല, ഇത് എന്തെങ്കിലും ഒരു ദിവസം ഭൂം നാവുകയായിരുന്നു. അതാണ് ഭയങ്കര ഡേഞ്ചർ. നമ്മൾക്ക് കരയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായം ആശയെ പോലെ കരയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മനോജ് കെ ജയനൊന്നും കരയാൻ സാധിക്കുന്നില്ല. അയാൾക്കൊക്കെ അങ്ങനെ കരയാൻ സാധിക്കുന്ന അയാൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ആശയുടെ ആ മനസ്സ് തന്നെ ക്ലിയർ ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവിടെ അപ്പോഴേക്കും വന്നിട്ട് കുറേ അമ്മാവന്മാർ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കരഞ്ഞോട്ടല്ലേ. ഈ കരയുന്നതിന് നമ്മൾ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കരയുന്നതിന് ടാക്സ് കൊടുക്കണോ? അല്ല, സെലിബ്രിറ്റികൾ മരിച്ചാൽ എന്താ ആർക്കും കണ്ണീര് വരാൻ പാടില്ലേ? അല്ല, എല്ലാവരും പറയുന്ന കാര്യം അതാണ്. നമ്മൾ BJT കാണലും മറ്റേ എന്താ പറയുക പൊതുദർശനല്ലേ കാണുന്നുള്ളൂ. അവിടെ ആരും കരയുന്നതും കാണുന്നില്ല. കാരണം കരയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ സ്വകാര്യമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആശയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ കുറേ ടീം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കാണ് പ്രശ്നം, വേറെ ആയിരിക്കുമല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോജ് കെ ജയനോടും ആശയോടും ദേഷ്യമുള്ള കുറേ ടീമുകളുണ്ട്.
അതായത് ഉർവശിയോട് സ്നേഹമുള്ളവരും ഈ മനോജ് കെ ജയനോട് ദേഷ്യമുള്ളവരും കുറേയുണ്ട്. അതായത് എന്തോ മനോജ് കെ ജയൻ്റെ ഭാര്യ കാരണമാണ് പിന്നെ ഉർവശി പോയത് എന്നുള്ള തരത്തിലൊക്കെ ദേഷ്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സംഭവമൊന്നുമല്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഉർവശിയും മനോജ് കെ ജയനും ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആശയെ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ്. ആശ തന്നെയാണ് മനോജ് കെ ജയൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത്. ആശ തന്നെയാണ്. ആശ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മനോജ് കെ ജയൻ്റെ വീട് ഒരു വീടായത്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ അമ്മയില്ല. മനോജ് കെ ജയൻ്റെ അമ്മ വളരെ നേരത്തെ മരിച്ചുപോയിന്. അപ്പോൾ അച്ഛനും മനോജ് കെ ജയനും മനോജ് കെ ജയൻ്റെ സഹോദരനും മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഈ ആശ വന്നതിന് ശേഷമാണ് അച്ഛനൊരു കൂട്ടായത്. അതുപോലെ വീട്ടിൽ ഒരു വീട്ടുകാരുടെ ഒരു ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ ആൾക്കാരനോ വേലക്കാരുണ്ടാവുമല്ലോ. പക്ഷെ അതല്ല, വീട്ടിൽ ഒരാൾ വിളമ്പി തരുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പിന്നെ മരുമകളുടെ ആ ഒരു സ്നേഹവും മരുമകൾ കൊടുക്കുന്ന ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മരുമകളോട് ഭയങ്കര സ്നേഹം. ഏതൊരു അഭിമുഖത്തിൽ പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകളെയാണ്. എൻ്റെ മക്കളെയോ പേരക്കുട്ടികളെയോ ഒന്നുമല്ല, എൻ്റെ മരുമകൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം സ്നേഹമാണ് ഈ മനുഷ്യന് ഈ മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടല്ലേ മരുമകൾക്ക് ഈ മരണം സഹിക്കാൻ കഴിയാത്തത്, അതുകൊണ്ടല്ലേ പൊട്ടിക്കരയുന്നത്. സ്വന്തം പിതാവിനെ പോലെ കണ്ടുകൊണ്ടാണ് അങ്ങനെ പൊട്ടിക്കരയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ മരുമക്കളല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോടെ, ഈ കരയുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെയാണ് ചില മരുമക്കളൊക്കെ നോക്കുന്നത്. ഈ സെലിബ്രിറ്റികളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വരും. നിങ്ങൾ അതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴിത് ഉർവശിയൊക്കെ കാണുമ്പോൾ ഉർവശിക്കൊക്കെ നല്ല വിഷമമുണ്ടാവുമായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകളാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. ഒരു താങ്ങ് തന്നെയാണ് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആശയ്ക്കൊരു താങ്ങും തണലും തന്നെയാണ്. അത്രത്തോളം ഭയങ്കര കെയർ ചെയ്തിട്ടല്ലേ ആ വിളിക്കുന്നത്. അതിൽ തന്നെ എല്ലാ സ്നേഹവും ഉണ്ട്. നമ്മൾ ഒരാളെ ഈ പ്രസവിച്ചത് കൊണ്ട് മാത്രം അച്ഛനും അമ്മയും ആവില്ല, വളർത്തുമ്പോഴാണ് അവർ ആ നല്ല രീതിയിൽ വളർത്തുന്നവരെയാണ് എപ്പോഴും അവർ അത്രത്തോളം ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. ഉർവശിയുടെ സ്നേഹം ഉണ്ടാകും, പക്ഷേ ആശയോടുള്ള അത്ര സ്നേഹമൊന്നും ഉണ്ടാവില്ല. ആശയോടെ ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് പിന്നെ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയ്ക്ക് എന്നുള്ളതാണ്. ഏതായാലും മനോജ് കെ ജയനും അഭിമാനിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെ ഇത്രത്തോളം സ്നേഹിച്ച് അദ്ദേഹം നല്ല സ്നേഹ ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. അതിൽ അഭിമാനിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതുപോലെയുള്ള പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വൃദ്ധസദനോ ഇപ്പോൾ കാണുന്നില്ലേ, മറ്റേ എന്താ പറയേണ്ടത്, നമ്മളെ ഗാന്ധി ഭവനിലുള്ള ഒരാളുണ്ടല്ലോ, എന്ത് മാധവൻ സാറ്, TP മാധവൻ സാറ്, അദ്ദേഹം കാണുന്നില്ലേ ആകുന്ന കാലത്ത് ഭാര്യനെയും മകനെയും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴാരുമില്ലാതെ ഒരാളുമില്ലാതെ ഗാന്ധി ഭവനിൽ കിടക്കുന്ന കാണുന്നില്ലേ. നേരെ മറിച്ച് ആവുന്ന കാലത്തെ ആ മകനെയും ഭാര്യയും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ നോക്കാനുണ്ടാവൂലേ, ഇന്ന് അവർ നല്ല പൊന്നുപോലെ നോക്കൂലേ. പക്ഷേ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആ ചോരത്തളപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധുക്കളും വേണ്ട, ഭാര്യ വേണ്ട, അതുപോലെ മകൻ വേണ്ട, ഒന്നും വേണ്ട. ആവാத കാലത്ത് വന്ന് പറയുന്നത് എന്താ, എനിക്കെൻ്റെ മകനെ കാണണേ എന്ന്. അങ്ങനെയാണ്. ഏതായാലും ആശ പിന്നെ സമാധാനമായിരിക്കുക. കരഞ്ഞത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷമമുള്ളത് കൊണ്ടാണ്. സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ആശ കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കൂടിക്കോ, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.